പൊന്നെ അമ്പടി ബാവേ ചുണ്ടരി മുത്തേ ഇതെന്താ ബഹളമായത്? ഇത് ഓപ്പറേഷൻ തിയേറ്ററല്ലേ? നിന്റെ വീടാണോ ഇത്? മര്യാദയ്ക്ക് ഇരുന്നാണ് പറഞ്ഞേക്കാം. ഇവിടെ ഓപ്പറേഷൻ ചെയ്യുമ്പോ കൈ തെന്നി പോകുന്നു. ചേടാ ഇതെന്തോ പറയാനാന്ന് പറ. എന്റെ പെണ്ണുങ്ങളടുത്ത് എനിക്കൊന്നും പറയണ്ടേ? മോളെ കൊണ്ട് നോക്കട്ടെ കേട്ടോ. പൊന്നെ മുണ്ടരി ബാവേ സക്കട മുത്തേ എന്തോ കാണിക്കുന്നത്? അതേ കൊള്ളാം. മുക്കി മുക്കി 7 വരെയായി. എന്നിട്ട് ഇരുന്ന് മുക്കിക്കള കൊച്ച നിനക്ക് കിട്ടിയൊന്നും പോരടി. നിങ്ങൾക്ക് എന്താ വേണം? ഞാൻ എന്റെ ഭാര്യയാണ് കൊഞ്ചിക്കുന്നത്. എന്താ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എടാ ഇപ്പൊ 7ാമത്തെ കൊഞ്ചെടുക്കുന്നത്. ഈ കൊഞ്ചെടുത്ത് കൈവേദന എടുക്കുന്നു. മിണ്ടായി എടുക്കാത്തു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനിവിടെ നേഴ്സായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ചുണ്ടാക്കിയാൽ കാലവേദന നിലത്തടിക്കും. പിന്നെ എനിക്കൊരു കുന്തരി ഡയലോഗ് കിട്ടാ വന്നപ്പോ കുന്തരി. ചേട്ടാ എനിക്ക് റംബൂട്ടാൻ ഈ പെണ്ണുമ്പോൾ ഒന്നും സമ്മതിക്കത്തില്ലല്ലേ? അപ്പടി പൊന്നെ മുന്തിരി ബാബ പറ. പറഞ്ഞത് മിണ്ടരുത്. എനിക്ക് റംബൂട്ടാൻ കഴിക്കാൻ കൊതിയാവുന്ന ചേട്ടാ. ഓക്കെ ഞാൻ റംബൂട്ടാൻ മേടിച്ച് തരാം. ഇപ്പൊ റംബൂട്ടാന്റെ സീസണാണ്. ഇത് പ്രസവത്തിന്റെ സീസൺ ആണെന്ന് തോന്നുന്നത്. ഇത് വേണ്ടായിരുന്നേ, ഇത് വേണ്ടായിരുന്നേന്ന്. ഇത് വേണ്ടായിരുന്നേന്ന്. രാത്രി ഞാൻ പയ്യന്മാരായിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോ നീ എന്തോന്ന് പറയണ? അണ്ണാ വന്ന് ഇവിടെ അപ്പൊ നീ അനുഭവിക്കണം. പിന്നല്ല എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞ് എനിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് വേണ്ടി. ഞാൻ ഇത് പ്രസവം എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹലോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല ഞാനേ ആദ്യമായിട്ടാണ് എന്റെ വൈഫ് പ്രസവിക്കാൻ പോണത്. ഓ ആദ്യത്തെ ആണല്ലേ? അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതിന്റെയാണ് അതൊക്കെ എന്നെ കണ്ടുപിടി. ഒരു ടെൻഷനും ഇല്ല. 7ാമത്തെയാണ്. അയ്യോ 7ാമത്തെ. ചേട്ടന്റെ ഭാര്യ എവിടെ? തീർന്ന പേസ്റ്റിന്റെ ട്യൂബ് പോലെ ആയി. എന്നിട്ടും കൊന്ന് തിന്നെയാണ്. എന്റെ പേരെന്തിന്? എന്റെ പേരാ ശാന്തൻ. നീ ക്രൂരൻ. അല്ലെങ്കിൽ പിന്നെ ആ ജീവനില്ലാത്ത ഇതെന്തിനാ കരകൗശല വസ്തുവാ? ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ അല്ലാതെ ജീവൻ പോലും ഇല്ല. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞ് അവിടെ ചത്ത്. പിന്നെ ഞാൻ എനിക്കട്ടെ സോറി കേട്ടാ. എനിക്ക് ടെൻഷൻ കൊണ്ടാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ്. അയ്യോ അപ്പൊ നിനക്ക് അളിയന്മാരെ ഞാൻ പ്രേമിച്ച് പോകാൻ കഴിച്ചാണ്. അപ്പൊ ഇവിടെ അളിയന്മാരൊക്കെ എന്നെ കാണുമ്പോ മെറ്റിൽ പറക്കേറി. ഇവിടെ മൂത്ത അളിയും ചെയ്ത പരിപാടി പറഞ്ഞാ ഞാൻ ഇവിടെ പറയണ്ടടി. ഞാൻ ഇവിടെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ കൊടുവാളിട്ട് എന്റെ ബാക്കിന് വെട്ടി. സത്യം എന്നെ കമത്തി കിടത്തിയാണ് ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ ഡോക്ടർ ഞെട്ടി. തിരിഞ്ഞല്ലി നടത്തിയിരിക്കണ. അങ്ങനെ ഞെട്ടാതിരിക്കും. 2 വെട്ട്. ഡോക്ടർ എന്റെ അടുത്ത് ചോദിക്കണ ഇതിന് നിന്റെ ദൈവം വെട്ടി വെട്ടേന്ന് എന്റെ അളിയൻ വെട്ടി വെട്ടേന്ന്. എന്നിട്ട് ഡോക്ടർ സ്റ്റിച്ച് ചെയ്തത് ദൈവം വെട്ടി വെട്ടില്ല. ഇപ്പൊ അളിയൻ വെട്ടിയ വെട്ടി കൂടെ കാര്യങ്ങൾ നടക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചത്. അപ്പൊ നിനക്ക് നേരെ കൊണ്ട് കേസ് കൊടുത്തുകൂടായിരുന്നോ? കേസ് കൊടുക്കാൻ പോയി ഓണം. അപ്പൊ അവിടുത്തെ SI എന്നെ പറഞ്ഞത് എന്താ? 18 വയസ്സ് തികയാത്തോണ്ട് അവന്മാർക്കെതിരെ കേസെടുക്കാൻ പറ്റൂലെന്ന്. അപ്പൊ അവന്മാര് മൈനറന്മാരാണല്ലേ? അമ്മമാര് മൈനറന്മാര്. പിന്നെ എന്റെ ബാക്ക് വെട്ടിക്കീറിയന്മാർ എന്തോന്ന് വിളിക്കണം? എന്റെ മൂത്തവന്തല്ല വെറും മൈനർ. രണ്ടാമത്തുണ്ടല്ല പന്ന മൈനർ. ഇവക്ക് അച്ഛനുണ്ട് ലോക മൈനർ. ഇങ്ങനെ ഒരു മൈനർ കുടുംബത്തിൽ ചെന്ന് ഞാൻ കാണിയെന്ന് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യ 18 വയസ്സ് തികയാത്തവരെ മൈനർ എന്ന് പറയുന്നത്. ചേട്ടാ 18 വയസ്സ് കഴിഞ്ഞിട്ട് അവര് മേജറാവും. മേജറാവണം അവന്മാരെന്ന് പറഞ്ഞാൽ വെടിയും കൂടെ വെച്ചു കൊല്ലും. നീ പോണ നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കണം. നീ പോടെ എന്റെ ഭാര്യ ഞാനൊന്ന് കൊഞ്ചിക്കട്ടെ. ഇവനെക്കാരുടെ ഒരു രക്ഷയില്ല. അതാരുടെ കുടങ്ങി. പിന്നെ മക്കളെ എന്റെ പൊന്നേ എന്റെ ചക്കരേ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ അടുത്താണ് കുഞ്ഞേ ചക്കരേ ചക്കരേ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വയറ്റി കിടക്കുന്ന കൊച്ചിനോട് സംസാരിക്കാൻ നിനക്കെന്താ വേണം? നീ സംസാരിക്കും. മക്കളെ മക്കളിപ്പോ അവിടെ എന്ത് ചെയ്യുന്നു? കൊച്ചു വയറ്റിനകത്ത് പാനിപൂരി കച്ചവടം നടത്തണ്ട പട്ടി. വയറ്റിനകത്ത് കിടക്കുന്ന കൊച്ചിന്റെ അടുത്ത് അവൻ പറയണം. നീ പോടാ. ഞാൻ എന്റെ ബാഗ് എടുത്തു എന്റെ കൊച്ചിന്റെ അടുത്തല്ലേ പറയുന്നത്. അവനെ പറ. മക്കളെ മക്കൾ എപ്പോ പുറത്ത് വരും? അച്ഛനെ കാണാൻ കൊതിയാവുന്നു. പൊന്നു മക്കളെ തന്തയെ കാണല്ലേ. കണ്ടു കഴിഞ്ഞാൽ തന്ത ബഹുവിശേഷമാ. ടെസ്റ്റ് പണി കഴിഞ്ഞ ആട്ടോറിക്ഷ പോലെയാണ് തന്ത ഇരിക്കണം. തന്തയെ കണ്ട് മക്കൾക്ക് വയറ്റിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ അവിടെ തന്നെ കിടന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും പറയണ്ടടി. എനിക്ക് വേദന എടുക്കുന്നു ചേട്ടാ. നീ ടെൻഷൻ അടിക്കുന്നത്? മോള് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ വരും. എന്റെ പൊന്നെ ഇതൊക്കെ നിത്യസൗകര്യ അഭ്യാസമാണ്.
എന്താണ് ബീച്ചിലെ കുതിര? സത്യം. എടി വേറെ കേസ്. എന്റെ മോനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണേ. പിന്നെ മാമൻ എന്ന് പറഞ്ഞാൽ മതിയെ ഞാൻ. അച്ഛനെന്ന് പറഞ്ഞാൽ ചിലപ്പോ ചെലവിന് കൊടുക്കേണ്ടി വരും. അല്ലടി അവൻ വരുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെന്ന്. എനിക്ക് പ്രസവിക്കണ്ട. അത് ശരി. അപ്പൊ ഇത് വായി കൂടെ കക്കീടാനുള്ള പ്ലാനാന്നോ? അല്ല ചേട്ടാ. അല്ല പിന്നെ അല്ല അവൾക്ക് പേടിച്ചാണ് നമ്മൾ പറഞ്ഞ പ്രശ്നം. ഇയാൾ കിടന്ന് പേടിപ്പിച്ചിട്ടായിരിക്കും. പക്ഷേ പേടിക്കൊന്നും വേണ്ട. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പ്ലക്കനെ നിന്ന് പ്ലക്കനെ തെന്നിച്ചെടുക്കുക. അല്ല പിന്നെ വേറെ കേസുണ്ട്. എന്റെ അടുത്ത് ജോത്സ്യം പറഞ്ഞ് 12 മണിക്ക് തന്നെ കൊച്ചിന്റെ പ്രസവം നടക്കണം. ഇന്ന് എനിക്ക് രാജയോഗമാണ്. പിന്നെ ഉടനെ തന്നെ ആണാണോ പെണ്ണാണോ എന്ന് പറയരുത്. പിന്നെ ഇത് പറയണം. ആണാണെങ്കിൽ ആപ്പിളം എന്ന് പറയണം. ആണാണെങ്കിൽ ആപ്പിളം എന്ന് പറയണം. പെണ്ണാണെങ്കിൽ മുന്തിരി എന്ന് പറയണം. പെണ്ണാണെങ്കിൽ മുന്തിരി എന്ന് പറയണം. എന്നാലേ എനിക്ക് മറ്റേ ഭാഗ്യം കിട്ടും. അത് ശരി ശരി. ആണാണെങ്കിൽ ആപ്പിള്, പെണ്ണാണെങ്കിൽ മുന്തിരി എന്ന് പറയണം. ചെന്നര ആപ്പിളിനെ മുന്തിരിയെ കൊണ്ടുപാടി. ചെല്ലി ചെല്ലി ബാബാ പയ്യ പോയിട്ടോ. ഓ ഞാനേട്ടാ ദേവേ അപ്പളാ മുന്തിരിയെ കൊണ്ടുവരണേ. അയ്യോ ബുദ്ധി തന്നെ നിനക്ക് ഭയങ്കര ബുദ്ധി തന്നെ. അയ്യോ ഭയങ്കര ടെൻഷൻ കഴിഞ്ഞിട്ടുണ്ടോ? നീ സിഗരറ്റ് ഒഴിക്കാൻ പറഞ്ഞാടേ. സിഗരറ്റ് ഒഴിക്കാൻ പറഞ്ഞാന്ന് നീ എന്റെ ചക്കരപ്പൊന്നിനെ പ്രസവിക്കാൻ കൊണ്ടുപോയപ്പോ ഞാൻ സിഗരറ്റ് വലിക്കാൻ വരാനോ? വാടാ നമുക്ക് ആണുങ്ങൾക്ക് ഇനി വേറെ ജോലി സിഗരറ്റ് വലിച്ചിരുന്ന. എനിക്ക് ഇവിടെ അടുത്ത എവിടെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്റെ പെണ്ണുമ്പിള്ളക്ക് സുഖ പ്രസവമായിരിക്കണം എന്ന്. അപ്പൊ എങ്ങനെ സിഗരറ്റ് വലി? അപ്പൊ ഭയങ്കര ഭക്തനാണല്ലേ? പിന്നല്ലേ ഞാൻ ഭയങ്കര ഭക്തനാണ്. അപ്പുറത്ത് ഒരു ശിവന്റെ അമ്പലം ഉണ്ട്. കൊണ്ടാ ഞാൻ പോയി സിഗരറ്റ് വലിച്ചിട്ട് വരാം. ശരി ശരി. അവൻ എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ. നമുക്ക് ഇതിന്റെ ഭർത്താവുണ്ടോ? ആ ഉണ്ട്. വിത്ത് പ്രസവിച്ച ആൺകുഞ്ഞ് ആണോ? ആ ഭഗവാനെ കൊണ്ടുവാ. ചക്കര പൊന്നെ മുട്ടിരി ബാബേ അമ്പടി മുട്ടേ ഭ്രാന്താണോ നിനക്ക്? പിന്നെ എന്റെ കൊച്ചിനെ എനിക്ക് വിളിക്കട്ടെ. മക്കളെ പേര് അച്ഛൻ വിളിക്കട്ടെ. മണിക്കുട്ടോ. കൊച്ചു ഭാഗമുണ്ടല്ലോ വിളി കേട്ടത്. അതെ എന്നാ കൊച്ചപ്പീട്ട് ആ കൊച്ചു പിള്ളേരാ പിടി കൊച്ചിനെ ഇതിപ്പോ എന്തോ എന്തോ ഇതിപ്പോ ഞാൻ എവിടെ കൊണ്ട് കളയും? ഹലോ 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 സിഗരറ്റ് വലിച്ചോ? ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എന്റെ ഭാര്യ പ്രസവിച്ചു. ആ കുഞ്ഞ് അതിനിടയ്ക്ക് അമ്പലത്തിലും പോയിട്ട് ചന്ദനം ഇട്ട് വന്നിരിക്കുന്ന ഞാനാണെങ്കിൽ ഇവിടെ വന്ന അമ്പലത്തിലും പോയിട്ടില്ല. സത്യം പറഞ്ഞ സത്യം ഞാൻ പള്ളിയിലും പോയിട്ടില്ല. സത്യം എനിക്ക് ചന്ദനം എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. എന്റെ പേര് സുരേഷ് എന്നാണെങ്കിലും ഭക്തി മുക്കും ആൾക്കാർ എന്നെ തന്നെ. ചന്ദനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? ആയുർവേദത്തിൽ ചന്ദനത്തിനെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ചന്ദനം തലയ്ക്ക് നല്ലതാണ്, ചെവിക്ക് നല്ലതാണ്, മൂക്കിൽ നീ എന്നെ തേച്ചല്ലേടാ? നീ സ്വന്തമായിട്ടല്ലേ വാരി തേച്ചത്? ചന്ദനം 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 നന്നായിട്ട് അരഞ്ഞിട്ടില്ലടേ. അത് പുതിയ മിഷ്യൻ അല്ലേ അതിൻ്റെതാ. അങ്ങനെ പറ. നമ്മൾ കാണാത്ത ചന്ദനോ ഈ പുതിയ മിഷ്യനാണ്. പണ്ടൊക്കെയാണ് ഒരച്ചെടുപ്പ്. ഇപ്പൊ എന്നാലും ഇത് ഏതമ്പലത്തിലെ ചന്ദനോടാ? മൂലമറ്റം ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ആണല്ലേ? നീ എന്നെ അടുത്തോട്ടില്ലേ സ്നേഹിക്കടേ? ദൂരെ നിന്ന് സ്നേഹിച്ചാൽ മതി. അടുത്തോട്ട് വരല്ലേ? എന്റെ പൊന്നെ നിനക്കെന്താ ചന്ദനത്തിൽ പേടിയാടാ? നീ നിന്റെ കാര്യം നോക്കി. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വരും. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട്. ഒറ്റയ്ക്ക് തേക്കില്ല, കൂട്ടുകാർക്ക് കൊടുക്കട്ടെ. ഞാനിത് ഇവിടെ കൊണ്ട് കൈ കളഞ്ഞിട്ട് വരട്ടെ. ചുറ്റ ദൈവം ഇവ പ്രസവാശുപത്രി ഇപ്പൊ ആ നേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി വന്നത്. ദൈവമേ ഞാൻ എന്ത് ചെയ്യും? ദൈവം എന്റെ ഭാര്യ അങ്ങോട്ട് പോയി എനിക്ക് കാണാൻ പോലുണ്ട്. ദൈവം അവിടെ എന്തൊക്കെ ഞാൻ വിളിച്ച് പറയും. അതെ പ്രസവിച്ച ഞാൻ ജോത്സ്യം പറഞ്ഞില്ലേ കറക്റ്റ് 12 മണിക്കല്ലേ പ്രസവിച്ച്. ഇനി ആണാണോ പെണ്ണാണോ എന്ന് പറയണ്ട. നേരത്തെ പറഞ്ഞാൽ ആപ്പിളാണോ മുന്തിരിയാണോ മാത്രം പറഞ്ഞാൽ മതി. ആപ്പിളോ മുന്തിരിയൊന്നും അല്ല. പിന്നെ ഫ്രൂട്ട് സലാഡ് അല്ല. ആണാണെങ്കിൽ ആപ്പിളെന്ന് പറയാൻ പറഞ്ഞു, പെണ്ണാണെങ്കിൽ മുന്തിരി എന്ന് പറയാൻ പറഞ്ഞു. എന്തൊന്ന് ഫ്രൂട്ട് 5 വെച്ചിട്ടിരിക്കുന്ന കൈ കൊണ്ട് ഞാൻ മണ്ണെടുത്തോട്ട് പോകും. ദൈവമേ അവനെ കളിയാക്കി കളി. ചിലപ്പോ ചന്ദനം തേച്ചെന്റെ എതിരിക്കും. ഫ്രൂട്ട് സലാഡെങ്കിൽ ഫ്രൂട്ട് സലാഡ്. നീ ഇപ്പൊ അങ്ങോട്ട് കയറി പോയല്ലേ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ പ്രസവാട്ടിൽ ഈ തടിക്ക് പെണ്ണു മോളാൽ ഇപ്പോൾ നമ്മൾ ഓടിയത്. ആണുങ്ങളെ കേട്ടത്തില്ല. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഒരു നൈറ്റി ഒപ്പിച്ചു, ഒരു കറുത്ത തോർത്തൊപ്പിച്ചു. എന്റെ ദൈവമേ ആണുങ്ങൾ എപ്പോഴും പ്രസവാട്ടിന്റെ
ഉപയോഗിക്കും. ഒരു നൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറാം. അത് ഉഗ്ര ഐഡിയ കേട്ടാ. എന്നെ കണ്ട് പണിയടാ. നീ പോട്ടോ. പേടിയടാ. മിനിമം ഒരു 2 നൈറ്റ് എങ്കിലും വേണം. അപ്പൊ ഇന്നേരം 2 നൈറ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. നൈറ്റ് അയ്യോ അയ്യോ എന്താണ് എന്തുവാണ് പണി കിട്ടി. എന്താന്ന് ഞാൻ അവിടെ ചെന്ന് കിടന്നപ്പോട്ടല്ല ആ കറുത്ത തടിച്ച പെണ്ണുമുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എന്നെ ഇവിടെ കുത്തി. എന്തോന്ന് ഇഞ്ചക്ഷൻ? എന്തോന്നാ നീ എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ പറയും? അവരെ വിളിച്ച് സിസ്റ്ററെ, പുള്ളിക്ക് എന്തോ ഇഞ്ചക്ഷനാ കുത്തി വെച്ചത്? ഇത് പെണ്ണുങ്ങൾ പ്രസവിച്ച് കഴിയുമ്പോ മുലപ്പാൽ വരാനുള്ള ഇഞ്ചക്ഷനാ കുത്തിയത്. ഇനി ചക്കരമുത്ത്, ഇനി നീ പ്രസവിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാനേറ്റ്.